ഹലോ ഡിയർ സ്റ്റുഡൻസ്, കൊമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. കഴിഞ്ഞ വീഡിയോയിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ വീഡിയോയിൽ. ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഫോർ ക്യാഷ് ആവാം, ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഓർ കൊളാട്രൽ സെക്യൂരിറ്റി. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് റിസീവ്ഡ് ഇൻ ലംസം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ആൻഡ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ ജാലണ്ടർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിബഞ്ചർ എമൗണ്ട് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പുതിയ ജാലണ്ടറീസ് ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ജാലണ്ടറീസ് തന്നെയാണ്, അതിൽ ആ കൺസെപ്റ്റിൽ തന്നെയാണ് പഠിക്കുന്നത്. ബട്ട് ഇവിടെ എന്താണ്, നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എമൗണ്ട് കളക്ട് ചെയ്യുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിലും ഇനി അതിലെ ലംസം എമൗണ്ട് ആയിട്ട് റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പാറിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് അത് പാറിൽ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, ഫേസ് വാല്യൂവിൽ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൽ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റിസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി ഓൺ ഡിബഞ്ചർ. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനാദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു. അപ്പോൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. 14% ഡിബഞ്ചർ ആണെങ്കിൽ 40%, 10% ആണെങ്കിൽ 10%, ഏതാണോ ആ പെർസെൻറ്റേജ് ഡിബഞ്ചർ എന്നുള്ളത് അത്. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ഇനി ഈ അപ്ലിക്കേഷൻ മണി നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ എമൗണ്ട്. അപ്പോൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻട്രി എന്താകും, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, അപ്ലിക്കേഷൻ എമൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് അപ്ലിക്കേഷൻ മണി, ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി എക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതെന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യണം. റീഫണ്ട് ചെയ്യുന്ന എൻട്രി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എൻട്രി എന്താകും, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ ഇപ്പോൾ അപ്ലിക്കേഷൻ മണി എക്സസ് ആയിട്ട് കിട്ടി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ മണി നമ്മൾ അലോട്ട്മെൻറ്റ് മണിയുടെ ഡിബഞ്ചർ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എക്സസ് അപ്ലിക്കേഷൻ മണി വിത്ത് അലോട്ട്മെൻറ്റ്, നമ്മൾ പ്രൊറാട്ട അലോട്ട്മെൻറ്റ് പഠിക്കുമ്പോൾ ഈ ഒരു എൻട്രി അവിടെ വരും അല്ലേ. അപ്പോൾ അപ്ലിക്കേഷൻ മണി നമ്മൾ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. ഡിബഞ്ചർ അലോട്ട്മെൻറ്റുമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എക്സസ് ആയിട്ട് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ മണി റീഫണ്ടിൻ്റെ എൻട്രി പഠിച്ചു. അതേപോലെ അപ്ലിക്കേഷൻ മണി നമ്മൾ അലോട്ട്മെൻറ്റ് മണിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇനി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താണ്, അലോട്ട്മെൻറ്റ് മണി അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡിബഞ്ചറിൻ്റെ മണി കളക്ട് ചെയ്യുക. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുകയാണ് ചെയ്യുക. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താണ്, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ. നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഇനി ഈ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എന്താണ്, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇനി ദെൻ നെക്സ്റ്റ് കോൾ മണി ഡ്യൂ ആകുമ്പോൾ ഡിബഞ്ചർ കോൾ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ കോൾ അക്കൗണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ, ഷെയർ അലോട്ട്മെൻറ്റ് അല്ലേ, ഷെയർ ഫസ്റ്റ് കോൾ അങ്ങനെയാണ് പറഞ്ഞത്.
അതേ സാധനം തന്നെയാണ് ഇവിടെ ആ പേരൊന്ന് മാറ്റുന്നു. എന്താ വരുന്നത്? ഡിബെഞ്ചർ അപ്ലിക്കേഷൻ, ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ്, ഡിബെഞ്ചർ കോൾ അക്കൗണ്ട്, അങ്ങനെ അല്ലേ? അതേപോലെ ഷെയർ ക്യാപിറ്റലിന് പകരം ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു? ഡിബെഞ്ചർ അക്കൗണ്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ പേരൊന്ന് ജസ്റ്റ് മാറി എന്നുള്ളൂ. ബാക്കിയുള്ള കൺസെപ്റ്റൊക്കെ സെയിം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇഷ്യൂ ഓഫ് ഷെയർസ് പഠിച്ച ഒരു കുട്ടിക്ക് ഈ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ പാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റിൽ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എൻട്രി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചു. ഇത് പഠിക്കാൻ അങ്ങനെ ഈ ജേണൽ എൻട്രീസ് ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 14% ഡിബെഞ്ചർ ഓഫ് 100 each payable at 20 application, 30 on allotment, 25 on first call, 25 on second and final call. All debentures were subscribed and the amount were received. Give journal entries to record the debenture transaction in the book of the company. അപ്പോൾ 10,000 ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഡിബെഞ്ചറിൻ്റെ വാല്യൂ 100 റുപ്പീസാണ്. അപ്പോൾ ഈ 100 റുപ്പീസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? 20 രൂപ അപ്ലിക്കേഷനായിട്ട്, 30 അലോട്ട്മെൻ്റ് ആയിട്ട്, 25 ഫസ്റ്റും 25 സെക്കൻഡും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ചെയ്തി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചർ അപ്ലിക്കേഷൻ. എമൗണ്ട് എത്ര വരും? 10,000 ഇൻറ്റു 20, 2 lakh. ഓക്കെ, അപ്പോൾ ഡിബെഞ്ചർ അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ് വരിക? ബാങ്ക് അക്കൗണ്ട് അപ് ടു 14% ഡിബെഞ്ചർ അപ്ലിക്കേഷൻ, 2 lakh. ഇനി ഈ ഡിബെഞ്ചർ അപ്ലിക്കേഷന് നമ്മൾ ഡിബെഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ എൻട്രി വിൽ ബി ഡിബെഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഡിബെഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ദെൻ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ, ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുമ്പോൾ എന്താണ് അല്ലേ? നമ്മൾ ആദ്യം അപ്ലിക്കേഷൻ മണിയാണ് ആദ്യം റിസീവ് ചെയ്യുക. അലോട്ട്മെൻ്റ് ആണെങ്കിലും ഫസ്റ്റ് കോൾ ആണെങ്കിലും സെക്കൻഡ് കോൾ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് ആദ്യം ഡ്യൂ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡ്യൂ ആണെങ്കിൽ എൻട്രി ചെയ്യണം. അപ്പോൾ ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചർ അക്കൗണ്ട്, എമൗണ്ട് 3 lakh. എങ്ങനെ 3 lakh കിട്ടി? 30 ഇൻറ്റു 10,000. ഓക്കെ, ദെൻ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ്, സെയിം എമൗണ്ട് റിസീവ് ചെയ്യുന്നു. എല്ലാ എമൗണ്ടും റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡ്യൂ ആകുമ്പോൾ എൻട്രി ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചർ അക്കൗണ്ട് 25 ഇൻറ്റു 10,000 is equal to 2,50,000. ഓക്കെ, ഇനി ഈ ഡിബെഞ്ചർ ഫസ്റ്റ് കോള് റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്താകും? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചർ ഫസ്റ്റ് കോള്. ഓക്കെ, നെക്സ്റ്റ് ഡിബെഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താണ്? ഡിബെഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചർ അക്കൗണ്ട്. അത് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് 2,50,000. 25 ഇൻറ്റു 10,000, 2,50,000. സിമ്പിളായിട്ടുള്ളൊരു എൻട്രിയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പാറിൽ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ജേണൽ എൻട്രീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വെൻ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, എമൗണ്ട്സ് ആർ കളക്റ്റഡ് അറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ? എമൗണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. The premium amount may be collected along with the application or allotment or call. പ്രീമിയം എമൗണ്ട് അലോട്ട്മെൻറ്റ് കൂടെയോ അപ്ലിക്കേഷൻ്റെ കൂടെയോ കോൾ എമൗണ്ടിൻ്റെ കൂടെയോ ഒക്കെ എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. അതിനൊരു സ്ട്രിക്റ്റ് റൂൾസ് ഒന്നും പറഞ്ഞില്ല. ഇതിൻ്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജനറലി അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് നമ്മൾ പ്രീമിയം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ എൻട്രി വരിക കൂടുതലും അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോഴുള്ള ആ ഒരു എൻട്രിയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി പഠിക്കുമ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ ആണ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൻ്റെ എൻട്രി എഴുതുക. ഇനി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അപ്ലിക്കേഷൻ മണിയുടെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ജേണൽ എൻട്രി എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിലാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തതെങ്കിൽ ആ സെക്യൂരിറ്റി പ്രീമിയം അല്ലെങ്കിൽ ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താ വരിക? ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചർ അക്കൗണ്ട് അല്ലേ? ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അല്ലേ? സെക്യൂരിറ്റി പ്രീമിയം ക്രെഡിറ്റ് ചെയ്യണം. ഒരുപാട് വട്ടം പറഞ്ഞതാണ്.
സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? സെക്യൂരിറ്റി പ്രീമിയം ഒരു ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഗെയിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. RK Marbles Limited issued 5,000 11% debenture of 100 each at rupees 110 110 payable as follows. അപ്ലിക്കേഷൻ 20, അലോട്ട്മെൻറ്റ് 50 ആണ്. അതിൽ ഈ പ്രീമിയം കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പ്രീമിയം എത്രയാണ്? 10 രൂപയാണ് പ്രീമിയം അല്ലേ. ദെൻ ഫസ്റ്റ് കോള് 40 രൂപ, അങ്ങനെ ടോട്ടൽ 110. ഇവിടെ ഡിബഞ്ചേഴ്സ് were fully subscribed and amount were duly received. Pass necessary journal entries in the journal of the company. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാകും. 5000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 100 രൂപ വിലയുള്ള ഡിബഞ്ചർ 110 പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡിബഞ്ചർ അപ്ലിക്കേഷൻ എമൗണ്ട് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ എമൗണ്ട് 5,000 × 20 എത്ര വരും? 1 lakh. ഓക്കെ, ദെൻ ഈ ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട് ഈ എമൗണ്ട് 1 lakh തന്നെ. ഇവിടെ അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താകും? ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു. എങ്ങനെയാണ് ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു 2,50,000 വന്നത്? മൊത്തം 5,000 ആണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് ഇൻറ്റു 50 ഇൻക്ലൂഡിങ് പ്രീമിയം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്യൂ ആകുന്നു. അപ്പോൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു 2,50,000 ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് അപ്പോഴും അതിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ആണ് പോവുക. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 5,000 × 40. ഓക്കെ, 2 lakh. ദെൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് എത്രയാണ്? 10 രൂപയാണ് പ്രീമിയം. അപ്പോൾ 10 × 5000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 50,000. ഓക്കെ, ദെൻ ഈ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. ബാങ്കിലേക്ക് നമ്മൾ അലോട്ട്മെൻറ്റ് മണി അടക്കം എന്ത് ചെയ്യും? വരും. അപ്പോൾ അതുകൊണ്ടാണ് 2,50,000 ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. പിന്നെ കോൾ മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി, അത് റിസീവ് ചെയ്യാനുള്ള എൻട്രി നമുക്കറിയാം. കോൾ മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താണ്? ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട് എമൗണ്ട് 2 lakh ആണ്. 2 lakh ഇങ്ങനെ വന്നത് 5,000 × 40. ദെൻ ആ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കാരണം ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. പ്രീമിയത്തിലാണെങ്കിൽ ഡിസ്കൗണ്ടിലാണെങ്കിലും എങ്ങനെയാണ് ജനറൽ എൻട്രി വരിക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് തന്നെയാണ്. അവിടെ ലംസം എമൗണ്ട് ആയിട്ട് കളക്ട് ചെയ്യുന്നു, ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. കൺസെപ്റ്റൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് വെൻ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ ഈ എമൗണ്ട് ഡിബഞ്ചർ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. പക്ഷേ ഇവിടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ള എന്തിലാണ്? ഡിസ്കൗണ്ടിലാണ്. വെൻ ഡിസ്കൗണ്ട് എമൗണ്ട് ഈസ് അഡ്ജസ്റ്റഡ് വിത്ത് അലോട്ട്മെൻറ്റ് മണി, യൂഷ്വലി ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് വിത്ത് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിലാണെങ്കിൽ നോർമലി ഡിസ്കൗണ്ട് അലോ ചെയ്ത് കൊടുക്കുന്നത് ഏതിൻ്റെ കൂടെയാണ്? അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ്. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് നമ്മൾ ഡിബഞ്ചറിൻ്റെ ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നത് എങ്കിൽ എൻട്രി എന്താ വരിക? ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എൻട്രിയാണ് പറയുന്നത് ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. കാരണം എന്താണ്? കാരണം ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്നുള്ളതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ലോസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻട്രി ക്ലിയർ ആയിട്ടുണ്ടാകും. ഓൾറെഡി നമുക്ക് അറിയുന്ന എൻട്രി തന്നെയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. AK ലിമിറ്റഡ് ഇഷ്യൂഡ് 2,000 11% ഡിബഞ്ചർ ഓഫ് rupees 100 each at a discount 10%.
ഓക്കെ, 2000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. 100 രൂപയുടെ ഡിബഞ്ചർ 90 രൂപക്കാണ് വിത്ത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്ലിക്കേഷൻ 25, അലോട്ട്മെൻറ്റ് 45 ആണ് ഡിസ്കൗണ്ട് അലോ ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പം ശരിക്കും എത്ര ഉണ്ടാകും? 55 ഉണ്ടാകും. ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ് 45. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ₹20. പാസ് ജാലൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ദി കമ്പനി ഓൺ ദി അസംഷൻ ദാറ്റ് ഓൾ ഇൻസ്റ്റാൾമെൻറ്റ് വേർ ഡ്യൂലി റിസീവ്ഡ്. ഓക്കെ, സിമ്പിളാണ്. ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് കോൺട്രാക്ട് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ എമൗണ്ട് 2000 × 25 എത്ര വരും? 50,000. ദെൻ ഈ ഡിബഞ്ചർ അപ്ലിക്കേഷൻ നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എൻട്രി എന്ത് വരിക? ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട് 50,000. ഓക്കെ, നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ് നമ്മൾ ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അലോട്ട്മെൻറ്റ് കൂടെയാണ് ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്ത് വരിക? ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് അതിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണ്? ഡിബഞ്ചറിൻ്റെ ശരിക്കുള്ള വാല്യൂ അല്ലേ, അലോട്ട്മെൻറ്റ് വാല്യൂ എത്രയാണ്? 55 ആണ്. അപ്പോൾ 55 × 2000 എത്ര വരും? 1,10,000 വരും. ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് എത്രയാണ്? അപ്പോൾ അതിൽ 45 × 2000. ഓക്കെ, 90,000 ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്കും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എത്ര വരിക? 20,000. അപ്പോൾ എങ്ങനെ 20,000 വന്നത്? 2000 × 10. ഓക്കെ, ഡിസ്കൗണ്ട് 10 രൂപയാണ്. അപ്പോൾ എൻട്രി ഒന്നുകൂടി പറയാം. ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക, എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഡിബഞ്ചറിൻ്റെ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് 45 അല്ലേ. അപ്പോൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? ശരിക്ക് 55 ആണ്. ഡിസ്കൗണ്ട് കുറച്ചിട്ടാണെങ്കിൽ 45, ഡിസ്കൗണ്ട് 10 രൂപ. ഓക്കെ, ഇനി ഈ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് മണി നമ്മൾ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് റിസീവ് ചെയ്യുക. അപ്പോൾ എമൗണ്ട് എത്ര വരിക? 90,000 അല്ലേ. ശരിക്കും നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 1,10,000 ആണ് കിട്ടേണ്ടത്. പക്ഷേ 20,000 ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തത് കിട്ടില്ല. അപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട് എത്ര വരിക? 90,000. അതാണ് നമുക്ക് ഡിബഞ്ചർ അലോട്ട്മെൻ്റ് ആയിട്ട് ബാങ്കിലേക്ക് റിസീവ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട് 40,000. ഈ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്ത് വരിക? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് 2000 × 20. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പഠിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന ഈ സബ്ജക്റ്റ് മുഴുവനായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.